അവിടെ സ്വർണം പോയോ സ്വർണത്തിൻ്റെ പാളി എന്നതിനേക്കാളൊക്കെ മൂല്യം വത്തായത് ഈ ശബരിമലയിലാണല്ലോ ഇതെല്ലാം നടക്കുന്നത് എന്താണ് ശബരിമല എന്ന് വെച്ചാൽ ലോകം ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രമാത്രം ആളുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഹർഷൻ പറഞ്ഞതുപോലെ ശരിയാംവിധം പറഞ്ഞതുപോലെ കൃത്യമായ രേഖകൾ ഉണ്ടാകേണ്ടതായിരുന്നു. അതായത് സ്വർണം എന്നത് ഗ്രാമ കണക്കിനും പവൻ കണക്കിനും ഒക്കെ പറയുന്ന അതിനിസ്സാരമായിട്ടുള്ള അളവ് പോലും നോക്കുന്നൊരു കാര്യമില്ല. ഇരുമ്പോ ചെമ്പോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അവിടെ എത്ര കൊണ്ടുവന്നു, എത്ര പൂശി, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, തുടച്ചാൽ എത്ര പോകും, ഇതിൻ്റെ കൂടെ ഉണ്ടോ, ഈ ചെമ്പുപാളിയിൽ ഉണ്ടായിട്ട് ഈ തുടക്കുകയും മറ്റും ചെയ്തിട്ട് പോയതാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ അങ്ങനെ ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവെങ്കിലും അവിടെ ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാൻ പറ്റില്ല. ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്കെപ്പോഴും ഈ വിഷയം വരുമ്പോൾ VS അച്യുതാനന്ദൻ പണ്ട് നമ്മളെ തിരുവിതാംകൂർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പരാമർശം ഉണ്ടല്ലോ അദ്ദേഹം, അതായത് ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആളുകൾ പായസവും എടുക്കാനായിട്ട് പാത്രമായിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് പായസം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ പായസത്തിനടിയിൽ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ അവിടെ നിന്ന് മോഷ്ടിച്ചും കള്ളക്കടത്ത് നടത്തുകയും ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ നേതാവ് നമുക്കുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ, പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ കൂടിയാണല്ലോ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിവാദമൊക്കെ ഉണ്ടായത്. അപ്പോൾ അതായത് രാജാവാണെങ്കിലും പോറ്റിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ അതിനിശ്ചിതമായിട്ട് ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്ന് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഭരണസാരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയക്കാർ തീരുമാനമെടുത്തൊരു നാടാണിത്. അത്തരം കാര്യങ്ങൾ നിശ്ചിതമായിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരടക്കമുള്ള ആളുകൾ വേണ്ട രീതിയിൽ പെരുമാറിയോ എന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പോൾ PS പ്രസാദിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ചുമതലയുണ്ടായിരുന്ന ആളുകളൊക്കെ അർഹിക്കുന്ന ഗൗരവത്തിലാണോ ഈ കാര്യങ്ങൾ ഇടപെട്ടതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന രേഖ, ഇതുവരെ വന്ന കാര്യങ്ങൾ വ്യക്തമായ രേഖ ഉണ്ടോ എന്ന ചോദ്യത്തിൽ തന്നെ സംശയം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ആശങ്ക ഉണ്ടാവുകയാണ്. അപ്പോൾ ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളുടെ ഗൗരവ സ്വഭാവം പരിഗണിച്ചിട്ട് അതിനനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോയ ആളുകളാണോ അവിടെ ഇരുന്നത് എന്ന കാര്യം നിശ്ചയമായിട്ടും ഈ സംവിധാനങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇവരാകെ കള്ളന്മാരാണ് എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, മറ്റുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരൊക്കെ കള്ളന്മാരാണ് എന്നൊന്നും പറയാനൊന്നും ആയിട്ടില്ല. പക്ഷേ വേണ്ട ഗൗരവത്തോടെയല്ല പരിശോധിച്ചത്, അല്ല കാര്യങ്ങളെ കൊണ്ടുപോയത് എന്ന് വിലയിരുത്താവുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.